രാജ്യത്തിനായി ജീവൻ ബലി നൽകിയവരെ അനുസ്മരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വഴികാട്ടിയായത് ഭരണഘടനയാണെന്നും ഭരണഘടന അനുസരിച്ച് മുന്നോട്ടു പോകേണ്ടത് പൗരന്റെ കടമയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇടം നൽകണമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. I commend the roles of farmers, workers, scientists and engineers whose combined strength enables our country to live up to the spirit of Joy Jawan, Joy Kisan, Joy Vigyan, Joy Anusandhan. I appreciate every citizen who contributes to nation's progress. I also convey my greetings to our diaspora, the great ambassadors of India's culture and civilization. On the occasion of Republic Day, I convey my special appreciation to our Jawans who guard our borders and are ready to make any sacrifice for the country. I also express my appreciation for all the brave soldiers of paramilitary forces and police forces who provide internal security to their fellow citizens. I salute all the brave hearts of our armed forces, paramilitary forces and police forces who laid down their lives in the line of duty. I convey my blessings to all the dear children for their bright future. Once again, I extend my best wishes to all of you on this Republic Day. Thank you. Jai Hind, Jai Bharat. 74ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് രാജ്യം. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ വിപുലമായ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കും. ഈ വർഷം മുതൽ ഓൺലൈനായി ടിക്കറ്റ് എടുത്തും ജനങ്ങൾക്ക് പരേഡ് കാണാം. ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനത്തിന് മുഖ്യാതിഥിയായി എത്തുന്ന ആദ്യ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷിക്കാൻ മറ്റൊരു കാരണം സമ്മാനിച്ച് ഹിസ്റ്ററി TV18 സൂപ്പർ ഹിറ്റ് ഷോ OMG യേ മേരാ ഇന്ത്യ മടങ്ങിയെത്തുന്നു. ജനുവരി 26 വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് ഷോയുടെ സീസൺ 9 സംപ്രേഷണം ആരംഭിക്കുന്നത്. ഷോയുടെ പുതിയ സീസൺ പ്രേക്ഷകർക്കായി കരുതി വച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. हुनर ऐसा कि सबको कर दे हैरान, जज्बा ऐसा कि बन जाए कीर्तिमान, अनोखे जाबाज, डेयरिंग अंदाज, फ्यूचरिस्टिक इनोवेशंस, फैंटास्टिक क्रिएशंस। दोस्तों, एंटरटेनमेंट का जो मीटर है वो सिर्फ 3 चीजों की वजह से बढ़ता है: OMG, OMG, OMG। एक कलाकार की कलाकारी का इतना बड़ा है आकार कि इंडिया की शान को 4 चांद लग गए सरकार। ये जनाब बनाते हैं रिकॉर्ड तोड़ू आर्ट, और वो भी वेस्ट मटेरियल से। ध्यान से देखिए, ये है इंडिया का पहला 3D प्रिंटेड हाउस जो दुनिया पर कर रहा है OMG असर। दोस्तों, ये है इंडिया की पहली 3-in-1 ड्राइवरलेस सोलर और इलेक्ट्रिक बस OMG। भैया, करेंसी और तालों के कलेक्टर्स तो हम OMG पे पहले देख ही चुके हैं, लेकिन मैच बॉक्स कलेक्ट करने वाले इंसान पहली बार दिखेंगे। मिलिए गौतम हिमाड़ी से। जहां हम छोटी छोटी चीजों से हार मान जाते हैं, वहीं एक धुरंधर के जज्बे ने यह साबित कर दिया है कि कामयाबी हालातों से लड़ने वालों के कदम चूमती है। ये है कमलकांत नायर, हमारे रिकॉर्ड तोड़ू पैरा एथलीट। इंडिया के हुनर का ऐसा चढ़ा है रंग कि सबकी जुबान बोल रही है मेरे संग OMG। OMG ये मेरा इंडिया का नया सीजन शुरू हो रहा है 26 जनवरी से हर गुरुवार रात 8 बजे हिस्ट्री TV18 पर। ഡോക്യുമെന്ററി വിവാദത്തിൽ അനിൽ ആന്റണി കോൺഗ്രസിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ട്വിറ്ററിലൂടെയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. BBC-യുടെ ഡോക്യുമെന്ററി രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരാണെന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് രാജിപ്രഖ്യാപനം. നേതൃത്വത്തിന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം മാത്രമാണ് ശരിയുടെ മാനദണ്ഡമെന്നും കത്തിൽ വിമർശനമുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഏറെ ആലോചിച്ചെടുത്തതാണ് രാജി തീരുമാനമെന്നുമാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം.
I'm joined by Anil Anthony, sir. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി. ഇന്നലെ സർ സപ്പോർട്ടിലാണ് വന്ന BBC ഡോക്യുമെന്ററിയിൽ. ഇന്ന് റിസൈൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. എന്താണ് കാരണങ്ങൾ? എന്താണ് വാട്ട് ട്രിഗർഡ് യു? ഞാനൊരു രാവിലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസ് ആയിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ: കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെയും ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരമായാലും ഇതിനൊന്നും മുകളിൽ മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല, അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കോൺഗ്രസ് ഇത് വളരെ നിരാശാജനകമായ ഒരു എൻവയോൺമെൻറ്റാണ്. അതായത് പലയിടത്തുനിന്നും വിളിച്ചിട്ട് ആ ട്വീറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ട്വീറ്റ് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ തിരുത്തി പറയണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. ഇന്ന് ഞാൻ പേരുകളൊന്നും പറയത്തില്ല, പക്ഷെ മറ്റൊരു സമയം ഞാൻ അതും ചിലപ്പോൾ രണ്ടിടത്തുനിന്നും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു. ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലെ ഒന്നും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി വളരെ വ്യക്തമായിട്ട് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 12-15 മണിക്കൂറുകളായിട്ട് പലരും വന്ന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ സംസ്കാരശൂന്യമായ ഭാഷയിൽ വളരെ അസഭ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു. അതുപോലെ കോളുകൾ വരുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതുപോലെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ഇങ്ങനത്തെ ഒരു സംസ്കാരശൂന്യമായ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. അത് കാരണം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് വളരെ ബോധ്യത്തോടെ ഞാൻ രാജിവെക്കുന്നത്. കാര്യം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 3 വർഷം മുൻപാണ്. അതിനു മുൻപ് ഞാൻ 2017 ഗുജറാത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാരണമാണ് ഞാൻ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2019 ബഹുമാനീയനായ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും അതുപോലെ ഡോക്ടർ ശശി തരൂരും അവർ പറഞ്ഞത് കാരണമാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ന് നമ്മൾ ഇതിനകത്ത് വളരെ നല്ലൊരു സിസ്റ്റവും വളരെ നല്ല വർക്ക് എത്തിക്സും പ്രൊഫഷണലിസവും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അധപ്പതിച്ചു പോയതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ അറിയിച്ചോ തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് അച്ഛന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ? എനിക്കറിയത്തില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യം. BJP പറഞ്ഞു ഇതൊരു ഉദാഹരണമാണ് കോൺഗ്രസിന്റെ ഇൻടോളറൻസിൽ. അതിനെന്ത് പറയുന്നു? BJPയുമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വിഷമത്തോടെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അനിൽ ആന്റണിയുടെ അഭിപ്രായം തള്ളി ശശി തരൂർ. ഡോക്യുമെന്ററി ഇന്ത്യയുടെ പരമാധികാരത്തെയോ സുരക്ഷയോ ബാധിക്കില്ല. എന്നാൽ ഡോക്യുമെന്ററി വിലക്കിയതിനെ അംഗീകരിക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു. സുപ്രീംകോടതി തീരുമാനം പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. വിഷയം ഇത്ര വലുതാക്കേണ്ടിയിരുന്നില്ലെന്നും തരൂർ പ്രതികരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിൽ യോജിപ്പൊന്നുമില്ല. പക്ഷെ അനിലൊരു നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് എന്താ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. അത് ഈ കാലത്തെ കുറിച്ചൊരു കറന്റ് അഫയേഴ്സിന്റെയാണ്. അതിലും വീണ്ടും ഒരു തർക്കം വരാനുള്ള സാധ്യത ഉണ്ടാവും വിചാരിക്കുന്നു. ആ സെക്കൻഡ് റിപ്പോർട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് ഭാരതത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇനി ആർക്കാ പറയാൻ സാധിക്കുക? അവർക്കത് പറയാൻ അവകാശമില്ല എന്ന്. അവർക്ക് അവകാശമുണ്ട്. നമ്മൾക്കതിനെ കാണാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ നമ്മൾക്കും അവകാശമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അതാണ് നമ്മുടെ ഭരണഘടനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉണ്ട്. വിവാദ ഡോക്യുമെന്ററി ഉയർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങിയ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് അനിൽ ആന്റണിയുടെ വിമത നീക്കം. ഡോക്യുമെന്ററി വിഷയത്തിൽ BJP നിലപാടാണ് ശരിയെന്ന് ആവർത്തിക്കുന്ന അനിൽ പാർട്ടി നേതൃത്വത്തെയും കുറ്റപ്പെടുത്തിയാണ് പദവി ഒഴിഞ്ഞത്. രാജിക്ക് ശേഷവും അനിലിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കടുത്ത നീക്കത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാതെ AK ആന്റണി ഒഴിഞ്ഞുമാറി. വിവാദ BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിച്ച് കോൺഗ്രസ് മോദി വിരുദ്ധ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിനിടെയാണ്
അനിൽ ആന്റണിയുടെ അപ്രതീക്ഷിത നീക്കം. നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലും കടന്നാക്രമിച്ചവർക്ക് മറുപടിയായാണ് അനിലിന്റെ രാജി. സ്നേഹത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുവെന്നാണ് അനിലിന്റെ പ്രതികരണം. ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി. പദവിയൊഴിഞ്ഞെങ്കിലും അനിലിനെതിരെ വിമർശനം തുടരുകയാണ് നേതാക്കൾ. 2 വർഷത്തോളമായി പദവിയിൽ തുടരുമ്പോഴും അനിൽ ആന്റണി ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നായിരുന്നു VT ബൽറാമിന്റെ വിമർശനം. രാജി മുഖം രക്ഷിക്കാനെന്നും ബൽറാം. വ്യത്യസ്തമായിട്ട് അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായം അദ്ദേഹം മാറ്റാൻ തയ്യാറാവണം. അതിന് അദ്ദേഹം തയ്യാറാവാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി രാജിവെക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്ന പോലെ വഴിയിൽ നിന്നും അഭിപ്രായം പറയാൻ ഒരു പാർട്ടിയിലും പറ്റില്ലല്ലോ. സ്വന്തം അഭിപ്രായങ്ങൾ ഇതാണ് എന്റെ സ്വന്തം അഭിപ്രായം എന്ന് പറയുന്ന പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അഭിപ്രായം പാർട്ടിക്കുള്ളൊരു നയമുണ്ട്, പാർട്ടിയുടെ നയം. അതിനെക്കുറിച്ച് അദ്ദേഹം അജ്ഞനാവേണ്ട ആവശ്യമില്ല, അതൊക്കെ അറിയാവുന്ന ഒരാളാണ്. നരേന്ദ്രമോദിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു വിധമായ സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രൊഫഷണലോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുവാൻ ഒരാൾക്കും അർഹതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജിയെ ഞാൻ വളരെ പോസിറ്റീവായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് കൂടി അദ്ദേഹം തിരുത്തി ഒരു കോൺഗ്രസ് അനുഭാവിയായി തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്തുതാപരമായ കാര്യങ്ങളാണ് BBC പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ എല്ലാവരും നരേന്ദ്രമോദി അപലപിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇന്നലെ ഒരിക്കലും കോൺഗ്രസിൽ അദ്ദേഹത്തിന് തുടരാനാവില്ല. വിവാദം കൊഴുക്കുമ്പോഴും വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് AK ആന്റണി. രാഷ്ട്രീയ വിവാദമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്യുമെന്ററിയെ അനുകൂലിക്കുന്ന നിലപാട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ അവസാനിക്കുമെന്ന അനിലിന്റെ വാക്കുകൾ BJPയും ആയുധമാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ ഉൽപ്പന്നമാണ് അനിൽ ആന്റണിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിഷയത്തിൽ പ്രതികരണം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഒരു ദാർശനിക ഉള്ളടക്കം വേണം. ലോകം മുഴുവൻ ഡോക്യുമെന്ററി കാണണമെന്നാണ് CPMന്റെ അഭിപ്രായം. തനിക്ക് ഇഷ്ടപ്പെടാത്തത് കാണാൻ പാടില്ല എന്നത് സ്വേച്ഛാധിപത്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദാർശനികമായ ഉള്ളടക്കം വേണം. ആ ദാർശനികമായ ഉള്ളടക്കം ഈ മൃദു ഹിന്ദുത്വ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുകൂലമായ സാഹചര്യമാണ് അവരെടുക്കുക. അതാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ആർക്കും ഇഷ്ടപ്പെടാതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ അങ്ങനെ സാഹചര്യം ഉണ്ടാവാലോ. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്. ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ നാസിസത്തിന്റെയും ഭാഗമാണ്. രാജ്യസ്നേഹികൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണെന്നതിന്റെ ഉദാഹരണമാണ് അനിൽ ആന്റണിയുടെ രാജിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പരമാധികാരത്തിനും നേരെയുള്ള വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തെ എതിർത്തതാണ് അനിൽ ആന്റണി കോൺഗ്രസിന് അനഭിമതനാകാൻ കാരണം. കോൺഗ്രസ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാജ്യതാൽപര്യം ഹനിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഇന്ത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസും അധപതിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ജോലിയാണ് കേരളത്തിൽ കോൺഗ്രസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഡോക്യുമെന്ററി വിവാദം അനാവശ്യമെന്ന് ശശി തരൂർ MP. പണ്ടുകാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. 20 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്യുമെന്ററിയാക്കിയത്. സുപ്രീം കോടതി തന്നെ തീർപ്പാക്കിയതാണ്. അതിനാൽ ഉള്ളടക്കം വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ് തരൂർ അഭിപ്രായപ്പെട്ടത്. BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിച്ച കോൺഗ്രസ് മോദി വിരുദ്ധ രാഷ്ട്രീയം ചർച്ചയാക്കുന്നതിനിടെയാണ് തരൂരിന്റെ ഈ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. പലവരും ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് അസന്തുഷ്ടമായിരിക്കില്ല. പക്ഷെ ആ തീരുമാനം വന്ന ശേഷം പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമുക്ക് മുന്നോട്ട് പോകണം. ഭാരതത്തിൽ വേറെ ഭയങ്കര കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ നമ്മൾ എന്തായാലും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണ്ടുകാലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾക്ക് ഭാരതത്തിൽ അത് ചർച്ച ചെയ്യാൻ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ചോദ്യം ചോദിക്കുമ്പോൾ ഉൾക്കൊള്ളിറങ്ങണ്ട. ഭാരതത്തിൽ നടക്കുന്ന ഓരോരോ വിവാദത്തിന് നമ്മൾക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഈ ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും
ഈ വിഷയത്തിലും ഏത് വിഷയത്തിലും അഭിപ്രായം ഉണ്ടാവാം. സെൻസർഷിപ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്ന സിനിമയെ നമ്മൾ കാണിക്കാൻ പാടില്ല, ഇതിനെ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കാൻ പാടില്ല, അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ സെൻസർഷിപ്പ് നമ്മളുടെ ഭരണഘടനത്തിലേ ഇല്ലാത്തൊരു കാര്യമാണ്. ജനങ്ങൾ കണ്ടോട്ടെ, അവർക്ക് അവർ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. സർക്കാർ വേണമെങ്കിൽ അതിന് ആ അഭിപ്രായത്തിന് അവർ പിന്തുണ കൊടുക്കണ്ട. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ വായിക്കാനോ കാണാൻ സമ്മതിക്കാത്തത് അതെന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് എതിരാണ്. ഡോക്യുമെന്ററി വിവാദത്തിൽ ഗൂഢാലോചന ആരോപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് വിവാദമുണ്ടായത്. ഇന്ത്യ തകരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് പ്രചാരണത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ യശസ് കളങ്കപ്പെടുത്താനാണ് ശ്രമം. കേരളത്തിലടക്കം വിഷയത്തിൽ അമിത പ്രാധാന്യം നൽകുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഗവർണർ പറഞ്ഞു. I really wonder at this mind of our own people who are trying to attach more importance to opinion. Documentary is only a question of opinion. They are attaching more importance to the opinion of some foreign documentary makers, that to our old colonial masters, then giving importance to the verdict of the judiciary, the highest judiciary in India. I don't think this issue needs to be discussed anymore. It should be treated with the contempt it deserves. BBC ഡോക്യുമെന്ററി പ്രദർശനത്തെ എതിർത്ത് നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരത്ത് മാനവീയ വീഥിയിലെയും പൂജപ്പുരയിലെയും പ്രതിഷേധങ്ങൾക്കെതിരെയാണ് കേസെടുത്തത്. BJP യുവമോർച്ച നേതാക്കളെ പ്രതികളാക്കിയാണ് കേസെടുത്തത്. നിയമവിരുദ്ധ ഒത്തുകൂടൽ, സംഘർഷം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രദർശനത്തിനെതിരെ കേസെടുക്കില്ല. ഡോക്യുമെന്ററി പ്രദർശനം നിരോധിച്ച് ഉത്തരവില്ലെന്നും പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് ബീച്ചിൽ BBCയുടെ ഡോക്യുമെന്ററി പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചു. ഫ്രറ്റേണിറ്റിയാണ് ഡോക്യുമെന്ററി പ്രദർശന സംഘടിപ്പിച്ചത്. പ്രദർശനത്തിന് മുൻകൂട്ടി അനുമതി തേടിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ഫ്രറ്റേണിറ്റി പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റമുണ്ടായി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിൽ വിവാദ BBC ഡോക്യുമെന്ററി ഇന്ന് പ്രദർശിപ്പിച്ചില്ല. പ്രദർശനം ഇന്ന് 6 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രദർശനം ഉണ്ടാകില്ലെന്ന് SFI വ്യക്തമാക്കി. സർവകലാശാലയിലെ SFI യൂണിറ്റ് സെക്രട്ടറി അസീസ് ഷെരീഫിനെയും പ്രവർത്തകരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സർവകലാശാല അധികൃതരും പ്രദർശനം വിലക്കിയിരുന്നു. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം തടയാൻ വൻ പോലീസ് സന്നാഹവും സർവകലാശാലയിൽ നിലയുറപ്പിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. പന്നിയാർ എസ്റ്റേറ്റിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനെത്തിയതായിരുന്നു ശക്തിവേൽ. സംഭവം ദൗർഭാഗ്യകരമാണെന്നും ശക്തിവേലിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അപകടകാരിയായ അരിക്കൊമ്പനും 3 ആനകൾ അടങ്ങുന്ന മറ്റൊരു കൂട്ടവും രാവിലെ ഈ മേഖലയിൽ എത്തിയിരുന്നു. വിവരം അറിഞ്ഞ ശക്തിവേൽ ഇവിടെ എത്തി. രാവിലെ കനത്ത മഞ്ഞ് ആയിരുന്നതിനാൽ ആനകളെ ദൂരെ നിന്ന് കാണാൻ സാധിച്ചില്ല എന്നാണ് കരുതുന്നത്. രാവിലെ 6:30ക്കും 7:00നും ഇടയിലാണ് സംഭവം. ശക്തിവേലിനെ കാണാതായതോടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് തേയിലച്ചെടികൾക്കിടയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ഒരു വാച്ചറിന് ഇത് സംഭവിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും, ഒരു പട്ടിയെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്നായിരിക്കും? ആനയ്ക്ക് അവർക്ക് വിലയുണ്ട്, ഞങ്ങൾക്ക് വിലയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ പൂർത്തീകരിക്കാതെ പോലീസ് എത്തുന്നതിന് മുമ്പ് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഫോറസ്റ്റ് വണ്ടി വന്നിട്ട് ആൾക്കാർ ഈ ശവത്തെടുത്തോണ്ട് ഓടി രക്ഷപ്പെട്ട് ആൾക്കാർ തടഞ്ഞ് ആൾക്കാർ റിവേഴ്സ് എടുത്ത് വണ്ടിയെടുത്ത് ആൾക്കാർ തള്ളിവിട്ടിട്ട് ഈ വണ്ടിയെ കൊണ്ടുപോയി. ഈ അരിക്കൊമ്പിനെ വെച്ച് വലിയ ശല്യമായി ഇവിടെ 10, 15, 20 ആനകൾ ഈ 1 മാസം മാർച്ച് തമ്പടിച്ച് നിൽക്കുക, കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. സംസ്ഥാനത്ത് ഏറ്റവുമധികം കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശമാണിത്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തോട്ടം മേഖലയിൽ 2 പതിറ്റാണ്ടിനിടെ 40-ൽ അധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്.
മതികെട്ടാൻചോലയിൽ നിന്നുള്ള ആനകളാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ ഒറ്റയാന്മാർ മേഖലയിൽ നാശം വിതയ്ക്കുന്നത് പതിവാണ്. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. വയനാട് ചേകാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. വിലങ്ങാടി കോളനിയിലെ ബാലൻ, സഹോദരൻ സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവിന്റെ മൃതദേഹം മറവ് ചെയ്യാൻ കാട്ടിനകത്തെ ശ്മശാനത്തിൽ കുഴിയെടുക്കുമ്പോഴാണ് ഇവരെ കാട്ടാന. ഹൈക്കോടതി ജഡ്ജിക്ക് കോഴ നൽകാൻ അഭിഭാഷകൻ കക്ഷിയിൽ നിന്ന് പണം വാങ്ങിയ സംഭവത്തിൽ കുറ്റാരോപിതനായ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെ പോലീസ് ചോദ്യം ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഹൈക്കോടതി വിജിലൻസ് വിഭാഗത്തിന് കൊടുത്ത അതേ മൊഴി ആവർത്തിക്കുകയായിരുന്നു സൈബി കിടങ്ങൂർ. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ധവളപത്രമിറക്കാൻ UDF. ചരിത്രത്തിലെ വലിയ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപവുമായാകും ധവളപത്രമിറങ്ങുക. 28-ന് പ്രകാശനം നടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. GST നടപ്പിലാക്കി 5 വർഷം പിന്നിട്ടതോടെ കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞതുവഴി 14% അധിക വരുമാനം കൂടി കണ്ടെത്തേണ്ട സാഹചര്യമാണ് സർക്കാരിനുള്ളത്. അതിനിടെയാണ് വരിഞ്ഞുമുറുക്കുന്ന ധനപ്രതിസന്ധി കൂടുതൽ തലവേദനയാകുന്നത്. വീണുകിട്ടിയ ആയുധം ഉപയോഗിച്ച് LDF സർക്കാരിനെ രാഷ്ട്രീയ പ്രഹരമേൽപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായാണ് ധവളപത്രമിറക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. 2020-ലും സമാനമായ രീതിയിൽ UDF ധവളപത്രം പുറത്തിറക്കിയിരുന്നു. നികുതി പിരിവ് എങ്ങനെ വർദ്ധിപ്പിക്കാം, പൊതുചെലവ് എങ്ങനെ ചുരുക്കാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു അന്നത്തെ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2 വർഷത്തിനിപ്പുറവും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതാണ് ധനസ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കിയതെന്ന വിമർശനമാണ് ധവളപത്രത്തിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത്. ധനകാര്യ രംഗത്തും ആസൂത്രണ രംഗത്തും അനുഭവപരിചയമുണ്ടായിരുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷ നീക്കം. CP ജോൺ ചെയർമാനായ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കുന്നത്. സർക്കാരിനെതിരായ കുറ്റപത്രമെന്ന പ്രചരണവുമായാകും ബജറ്റിന് മുന്നോടിയായി UDFന്റെ ധവളപത്രം പുറത്തിറങ്ങുക. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. റബ്ബറിന് വില സ്ഥിരത 200 രൂപയാകുമെന്ന LDF പ്രഖ്യാപനം ഇത്തവണയെങ്കിലും സർക്കാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കിലോയ്ക്ക് 142 രൂപ എന്ന ഇപ്പോഴത്തെ വില കൊണ്ട് നഷ്ടം മാത്രമാണുള്ളതെന്ന് കർഷകർ പറയുന്നു. ലാറ്റക്സിനെയും പ്രത്യേകമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അടുത്ത കാലത്തായി റബ്ബർ കർഷകരോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. റബ്ബർ കൃഷി വൻ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ വേണ്ട നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. അടിസ്ഥാന വില 200 രൂപയാക്കുമെന്ന് ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ സർക്കാർ അധികാരമേറ്റ് ഇത്ര നാളായിട്ടും വാഗ്ദാനം നടപ്പായില്ല. ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്ന ഉത്തേജക പദ്ധതിയിലെ വില 200 രൂപയായി നിശ്ചയിക്കുന്നതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലാറ്റക്സിന് ഇന്ന് ഉത്തേജക പദ്ധതിയിൽ കാര്യമായ പ്രാധാന്യം ലഭിക്കുന്നില്ല. ലാറ്റക്സിന് ഉത്തേജക പദ്ധതിയിൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് അതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകണം. റബ്ബറിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ കൂട്ടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ചെലവുകൾ ഓരോ വർഷം കൂടുമ്പോഴും വിഹിതം കുറയ്ക്കുകയാണ് കേന്ദ്രം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ റബ്ബർ റീപ്ലാന്റിങ്ങിനും പ്ലാന്റിങ്ങിനും കേരളത്തിൽ നൽകി വരുന്ന സബ്സിഡി 25,000 രൂപ മാത്രമാണ്. കേരളത്തിൻ്റെ സബ്സിഡി ആനുപാതികമായി വർധനവുണ്ടാക്കി കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് ഒന്നാമതായി പറയുവാനുള്ളത്. റബ്ബർ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടികൾ നേരത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വളരെ നിർണായകമായ ഘടകമാണ് റബ്ബർ കൃഷിയും അതിന്റെ വ്യവസായവും. ഇന്ന് അതേതാണ്ട് പൂർണ്ണമായും തകർച്ചയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കയറ്റേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. രാജ്യത്ത് കയർ വ്യവസായം കുതിക്കുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കയർ മേഖല. ഉൽപ്പന്ന നിർമ്മാണത്തിനൊപ്പം കയർ ഉൽപാദനവും ഏറെക്കുറെ നിലച്ച അവസ്ഥയിലാണ്. പട്ടിണിയോളം പ്രതിസന്ധിയുടെ ആഴം തെളിഞ്ഞു നിൽക്കുമ്പോൾ അവസാന പ്രതീക്ഷ ഇനി ബജറ്റിലാണ്.
ഇതിനകത്തുനിന്ന് ഒരു കാലത്ത് ഞങ്ങൾക്കൊരു സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഒരു മാസം ഞങ്ങൾക്ക് പണിയില്ലായിരുന്നു, അത് വേറെ. ഇപ്പം പണി ഉണ്ടായിട്ട് പൈസ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഈ നൂല് പോലെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും ഇതിനകത്തുനിന്ന് കിട്ടുന്ന 1 രൂപ കടം മേടിക്കാൻ പോലും ഒരു രക്ഷയില്ലാണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വീട്ടിൽ വഴക്കിട്ടിട്ടാണ് പോകുന്നത്. മീൻ മേടിക്കാൻ പോലും എൻ്റെ അടുത്ത് കാശില്ല. ആർക്കും കൈപിടിച്ചു കയറ്റാനാവാത്ത ആഴങ്ങളിലേക്കാണ് കയർ മേഖല കൂപ്പുകുത്തുന്നത്. രാജ്യത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 4340.05 കോടിയുടെ കയറുൽപ്പന്നങ്ങളാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തത്. എന്നാൽ ഈ കണക്കുകൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളും ചെറുകിട ഉൽപാദകരും സംഘങ്ങളും. രാജ്യം കുതിക്കുമ്പോൾ കയറിന്റെ ഈറ്റില്ലമായ കേരളത്തിൽ 50 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വിവിധയിടങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. കയറ്റുമതിയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് 25 മുതൽ 30% വരെ പരിഗണന നൽകണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. കയറ്റുമതിക്കാർക്ക് വലിയ സബ്സിഡികളടക്കം പ്രഖ്യാപിച്ചിട്ടും പരമ്പരാഗത തൊഴിൽ മേഖലയിൽ താൽപര്യമില്ല. ബഡ്ജറ്റിൽ കോടികൾ പ്രഖ്യാപിക്കുമ്പോഴും കൃത്യമായി ഓരോ മേഖലയ്ക്കും ഇനം തിരിച്ചു വേണമെന്ന ആവശ്യം ചെറുകിടക്കാർ ഉന്നയിക്കുന്നു. കയർ കോർപ്പറേഷനിൽ ചെന്നാൽ അതിന്റെ വാതിക്കൽ ഒരു സ്ഥാപനം ഒരു 3 വർഷമായിട്ട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫണ്ട് എന്തിന്, ഞങ്ങൾ അവിടെ വരുന്ന എല്ലാവരും ചോദിക്കും, എല്ലാ ചെറുകിടക്കാരും ചോദിക്കും, സംഘം പ്രസിഡന്റുമാർ ചോദിക്കും, എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്? അവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ താഴെത്തട്ടിലേക്ക് പോകേണ്ട ഫണ്ടുകളാണ് അനാവശ്യമായി മറ്റു മേഖലയിലേക്ക് പോകുന്നത്. പരമ്പരാഗത മേഖലയിൽ തൊഴിലാളികൾ കടുത്ത പട്ടിണിയിലാണ്. ഞാനെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇവിടെ തറയിൽ വരും. 6 മണിക്ക് തിരിച്ചിറങ്ങി പോകുന്നതെന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. എന്നാലും ഒരു 1000 രൂപ പോലും ഞങ്ങൾക്ക് പണിയെടുക്കാൻ ഒക്കുന്നില്ല. 1000 രൂപ ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീട് ഒരു 5 പേരുള്ള കുടുംബം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. $2010 മുതലുള്ള ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതിനാൽ ഇനി സംഭരിക്കാനില്ലെന്ന് കയർ മന്ത്രി പി രാജീവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു വശത്ത് നട്ടം തിരിയുമ്പോഴും പ്രയോജനം ഒട്ടുമില്ലാഞ്ഞിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പള ഇനത്തിൽ ഭീമമായ തുകയാണ് ഓരോ മാസവും സർക്കാർ ചിലവഴിക്കുന്നത്. കയർ തൊഴിലാളികൾ ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടാവില്ല. ഇനി പണം അനുവദിച്ചു കിട്ടിയാൽ തന്നെ അത് താഴെ തട്ടിലുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർക്കില്ല. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വീണ്ടും ഇടവേള. വധശ്രമ കേസിൽ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിന് ആശ്വാസം. MP കുറ്റക്കാരനാണെന്ന കവരത്തി സെഷൻസ് കോടതിയുടെ വിധി നടപ്പിലാക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു. സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ കൂട്ടുനിൽക്കില്ലെന്നാണ് ഉത്തരവിൽ കോടതിയുടെ പരാമർശം. ഹൈക്കോടതി നടപടിയെ തുടർന്ന് മുഹമ്മദ് ഫൈസൽ ജയിൽ മോചിതനായി. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതാണ് ഹൈക്കോടതി തടഞ്ഞത്. കവരത്തി സെഷൻസ് കോടതിയുടെ വിധി മരവിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. അധ്യാപകനായ MP-യുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളുടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചെങ്കിലും കുറ്റക്കാരാണെന്ന സെഷൻസ് കോടതിയുടെ വിധി മരവിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രതികൾക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമെന്നും ഉത്തരവിലുണ്ട്. ഹൈക്കോടതിയുടെ വിധി കവരത്തി സെഷൻസ് കോടതിയിൽ എത്തിച്ച് ജാമ്യക്കാരെ ഹാജരാക്കിയാൽ ജയിലിലുള്ള MP ഉൾപ്പെടെ എല്ലാ പ്രതികൾക്കും മോചിതരാകാം. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടും കോടതി വിയോജിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്നും അതിനോട് യോജിക്കുന്നില്ല എന്നുമാണ് ഉത്തരവിലെ പരാമർശം. ഈ ഉത്തരവോടുകൂടി MP-യുടെ അംഗത്വം പുനഃസ്ഥാപിക്കാൻ സാഹചര്യമൊരുങ്ങി. ഈ കഴിഞ്ഞ 11-നാണ് കവരത്തി സെഷൻസ് കോടതി ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ, സഹോദരൻ നൂറുൽ അമീൻ എന്നിവരടക്കം 1 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുഹമ്മദ് സാലിഹിനെ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ശിക്ഷ. ന്യൂസ് 18 കൊച്ചി. യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്കുള്ള ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചിന്ത ജെറോമിന്റെ വാദം പൊളിയുന്നു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് ചിന്ത ജെറോം സർക്കാരിനയച്ച കത്ത് പുറത്തുവന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് കത്ത് നൽകിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തയ്ക്ക് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ.
ICC ഏകദിന ബോളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് ഒന്നാമത്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ റാങ്കിങ്ങിലാണ് സിറാജിന്റെ ചരിത്ര നേട്ടം. ട്രെന്റ് ബോൾട്ടിന് പിന്തള്ളിയാണ് സിറാജ് ആദ്യ സ്ഥാനത്തെത്തിയത്. 3 വർഷത്തിനു ശേഷം ടീമിലെത്തി 1 വർഷം തികയും മുൻപെയാണ് സിറാജിന്റെ വിസ്മയ കുതിപ്പ്. ബുംറയ്ക്ക് ശേഷം ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളറാണ് സിറാജ്. സിറാജിന് 729 പോയിന്റുണ്ട്. ഓസ്ട്രേലിയയുടെ ജോഷ് ഹേസൽവുഡ് രണ്ടാമതായപ്പോൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ട്രെന്റ് ബോൾട്ട് മൂന്നാമതായി. ചക്രമുടിയാണ് ഇടുക്കി ബൈസൺവാലിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ബൈസൺവാലി സ്വദേശിയായ സുധീഷിന്റെ യാത്രകളോടുള്ള ഇഷ്ടത്തിന് ചക്രമുടിയേക്കാൾ ഉയരമുണ്ട്. ചെറിയച്ഛനായ മനോജിനൊപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പ് സന്ദർശിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ യുവാവ്. ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ സുധീഷ് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് യാത്രകളെ പ്രണയിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. സാധാരണയായി 14 ദിവസം വരെ വേണ്ടിവരുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് ദൗത്യം 7 ദിവസം കൊണ്ടാണ് സുധീഷും ചെറിയച്ഛൻ മനോജും ലക്ഷദ്വീപ് സ്വദേശി ഫയാസും ഉൾപ്പെട്ട സംഘം പൂർത്തീകരിച്ചത്. കാഠ്മണ്ഡുവിൽ തന്നെ പൈസയൊക്കെ കരുതി വേണം പോവാൻ. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ക്ലോത്തിങ്ങിലൊക്കെ ഡ്രസ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിനനുസരിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം. പിന്നെ ഏകദേശം ഒരു ദിവസം ഒരാൾക്ക് ഒരു 2000 രൂപ നേപ്പാൾ പൈസ പ്രതീക്ഷിച്ചാണ് പോകേണ്ടത്. അപ്പോൾ 10, 12, 13 ദിവസമൊക്കെ എടുക്കും സാധാരണഗതിയിൽ ആൾക്കാർ പോയിട്ട് വരാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ കരുതണം. പിന്നെ നന്നായിട്ട് നടക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു 10-20 ദിവസമെങ്കിലും ഒരു എക്സസൈസോ ഒരു ജോഗിങ്ങോ ഒക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പോകാൻ പറ്റും. സാഹസിക യാത്രകളെ ഇഷ്ടപ്പെടുന്ന സുധീഷ് 20 തവണ സ്റ്റോക്ക് കാൻഗ്രി കീഴടക്കിയിട്ടുണ്ട്. ഹിമാലയൻ മലനിരകളോടുള്ള ഇഷ്ടം മൂലം 5 വർഷം മുമ്പ് ലഡാക്കിൽ റെസ്റ്റോറൻറ്റും ട്രാവൽ ഏജൻസിയും ആരംഭിച്ച് അവിടെ സ്ഥിരതാമസമാക്കി. ട്രാവൽ പാർട്ണറായ ഭാര്യ ജോഷ്നയും സാഹസിക സഞ്ചാരിയാണ്. ഇരുവരും ചേർന്ന് ഇന്ത്യയിലെ നിരവധി ദുർഘട മേഖലകളിൽ യാത്ര നടത്തിയിട്ടുണ്ട്. മൂന്നാറിൽ ടൂറിസം രംഗത്താണ് മനോജും ജോലി ചെയ്യുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാളവണ്ടി യുഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ 21ാം നൂറ്റാണ്ടിലും കാളവണ്ടികൾ വലിക്കുന്ന ചക്കുണ്ടെന്നറിയുമ്പോൾ അതിലൽപ്പം കൗതുകമുണ്ടാകും. കണ്ണൂർ ചെറുപുഴയിൽ നടക്കുന്ന വിത്തുത്സവത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കോഴിക്കോട് നിന്നെത്തിയ ഈ കാളയും ചക്കും. ശ്രീനി ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ ചില കമ്പനികളുടെ പരസ്യവാചകമാണ്. എന്നാൽ എങ്ങനെയാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്? കണ്ണൂരിലെ മലയോരത്തുള്ള കർഷകർക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയാണ് കോഴിക്കോട് നിന്നെത്തിയ ഈ കാളയും ചക്കും. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ കാളകളെ തീറ്റിപ്പോറ്റുന്നത്? അതൊരു പാഴ്ചിലവല്ലേ? അതിനുത്തരം ചക്കുകൾ നടത്തുന്ന കോഴിക്കോട് അത്തോളിയിലെ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ പറയും. ഇത് മറ്റുള്ളതൊക്കെ ഇപ്പോഴത്തെ ചൂടായിട്ടാണ് ഇപ്പോഴത്തെ മില്ലിൽ നിന്നൊക്കെയുള്ള വെളിച്ചെണ്ണ വരുന്നത്. ഇരുമ്പാണുള്ള സാധനം. ഇത് നേരിട്ട് ചക്കാണ്, മരമാണ്. ആ മരത്തിൽ കൂടിയുള്ള വെളിച്ചെണ്ണ ആവുമ്പോൾ അതിന് ചൂടായിട്ടുള്ള ഇതല്ല വരുന്നത്. അത് മരത്തിൽ നിന്ന് തന്നെ ഈ കാള വലിച്ചിട്ട് എണ്ണയായിട്ട് വരികയാണ്. വരുമാന മാർഗം കണ്ടെത്തുന്നതിലുപരി ആളുകൾക്ക് നല്ല സാധനം കൊടുക്കാമെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. ഇതിനെപ്പറ്റി അറിയുന്നവർ വില കൂടുതലാണെങ്കിലും ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കും. ഇത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പപ്പടമൊക്കെ കാച്ചുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 10 പപ്പടം മറ്റേ വെളിച്ചെണ്ണ കാച്ചുന്നത് ആ വെളിച്ചെണ്ണ കൊണ്ട് 25 പപ്പടം കാച്ചാൻ പറ്റും. അതുപോലെ നിങ്ങൾ എല്ലാത്തിനും കണക്ക് കൂട്ടിയാൽ മതി. നല്ല മരത്തിന്റെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് രുചിയും ഗുണവും കൂടുതലാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അല്പം വില കൂടിയാലും ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒട്ടേറെ പേർ തങ്ങളുടെ സ്ഥാപനത്തിലെത്തുന്നുണ്ടെന്നും ഉടമസ്ഥർ. പുസ്തകങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ചക്കും കാളയും നേരിൽ കണ്ടപ്പോൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കും കൗതുകം. യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണയുണ്ടാക്കുമ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ചൂടുകൂടും. എന്നാൽ മരത്തിന്റെ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എത്ര കാലം വെച്ചാലും മോശമാവില്ല എന്നതും ഇത്തരം വെളിച്ചെണ്ണയുടെ പ്രത്യേകതയാണ്. ഫെയർ ട്രേഡ് അലയൻസ് കേരളയാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം വിത്തുത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 ആലക്കോട്. Thank you.